ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പലതരം ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ടായിരിക്കാം. ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ റിസ്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സോഫ്റ്റ്വെയർ റിസ്ക്, സോഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ റിസ്ക്, റിസ്ക് മാനേജ്മെൻറ്റ് എന്നീ ടോപ്പിക്കുകളെ കുറിച്ച് നോക്കാം. സോഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ റിസ്ക് ആണ് നോക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ റിസ്ക് സംഭവിക്കാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കസ്റ്റമർ റിക്വയർമെന്റ്സ് ആണ്. കസ്റ്റമേഴ്സും ഡെവലപ്പേഴ്സും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഇതിൽ ആവശ്യമാണ്. ഇതിൽ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ റിസ്കിന് കാരണമാകും. സോ കൃത്യമായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് ആൻഡ് കണ്ടിന്യൂസ് ചേഞ്ചിങ് ഓഫ് കസ്റ്റമർ റിക്വയർമെന്റ് ആണ്. അതായത് ചില സമയത്ത് ഈ കസ്റ്റമേഴ്സ് സോഫ്റ്റ്വെയറിൽ വരുന്ന റിക്വയർമെന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റുമ്പോൾ ഡെവലപ്പേഴ്സിന് അത് കൺഫ്യൂഷൻ ആവാനായിട്ട് ഇടയാക്കുകയും ഇതൊരു സോഫ്റ്റ്വെയർ റിസ്കിന് കാരണമാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിയൽ ഇമ്പാക്ട് ഓഫ് ന്യൂ ടെക്നോളജിയാണ്. അതായത് ചില ഡെവലപ്പേഴ്സിന് ഈ ന്യൂ ടെക്നോളജീസിനെ കുറിച്ചിട്ട് അറിവില്ലായ്മ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂ ടെക്നോളജീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ക്രിയേഷൻ വളരെ എളുപ്പത്തിലായിരിക്കും. പക്ഷേ ഈ ഒരു ന്യൂ ടെക്നോളജീസിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മ കാരണം സോഫ്റ്റ്വെയർ ക്രിയേഷൻ വളരെ ഡിലേ ആക്കുകയും ഇത് സോഫ്റ്റ്വെയർ റിസ്കിലേക്ക് കാരണമാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് മിസ്കാൽക്കുലേഷൻ ഓഫ് ടീം വർക്ക് എന്നതാണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ടീം ഉണ്ടായിരിക്കില്ല. ഈ ടീമിൽ തന്നെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ഉണ്ടായിരിക്കും, സീനിയർ ഡെവലപ്പേഴ്സ് ഉണ്ടായിരിക്കും, ജൂനിയേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർക്കിടയിലൊക്കെ നല്ലൊരു ടീം വർക്ക് ആവശ്യമാണ്. ഇങ്ങനെ ഒരു ടീം വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയർ റിസ്കിന് കാരണമാവുന്നു. നെക്സ്റ്റ് റോങ് ബഡ്ജറ്റ് എസ്റ്റിമേഷൻ ആണ്. ഇപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റിൽ ഓവർ എസ്റ്റിമേഷന് വരാം, അണ്ടർ എസ്റ്റിമേഷന് വരാം. അണ്ടർ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ബഡ്ജറ്റിനേക്കാളും കുറവായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണ സമയത്ത്. അപ്പോൾ ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലംസ് വരും. നമ്മുടെ പ്രൊജക്റ്റിന് ഡിലേ വരും, പിന്നെ ക്വാളിറ്റിയിൽ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒരു സോഫ്റ്റ്വെയർ റിസ്കിന് കാരണമാവുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഓവർ എസ്റ്റിമേഷൻ ആണ്. ചില സമയത്ത് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ വേണ്ട ബഡ്ജറ്റിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഇടും. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് എംപ്ലോയീസ് ഒരു പ്രൊജക്റ്റിൽ തന്നെ വർക്ക് ചെയ്യാം. ഇത് ഒരുപാട് റിസോഴ്സുകൾ വേസ്റ്റേജ് വരുത്തുകയും അതുപോലെ മിസ് ഓപ്പർച്യൂണിറ്റീസിന് കാരണമാവുകയും ചെയ്യുന്നു. ഇപ്പം നിങ്ങൾക്ക് റിസ്കുകളുടെ സോഴ്സുകൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ റിസ്കിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം. റിസ്ക് മാനേജ്മെൻറ്റ് രണ്ട് ഭാഗമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ റിസ്ക് അസസ്മെൻറ്റ്, ദെൻ റിസ്ക് കൺട്രോൾ. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. റിസ്ക് മാനേജ്മെൻറ്റിൽ നമ്മൾ രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഭാഗമാണ് റിസ്ക് അസസ്മെൻറ്റ്, രണ്ടാമത്തെ ഭാഗമാണ് റിസ്ക് കൺട്രോൾ. റിസ്ക് അസസ്മെൻറ്റിൽ തന്നെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള റിസ്കുകൾ ഉണ്ടായിരിക്കും. ഇതെന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. നെക്സ്റ്റ് റിസ്ക് അനാലിസിസ് ആണ്. അതായത് ഐഡൻറ്റിഫൈ ചെയ്ത റിസ്ക് എങ്ങനെയുള്ള റിസ്കുകളാണ്, ലോ റിസ്ക് ആണോ, ഹൈ റിസ്ക് ആണോ, ഇത് സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുത്തുമോ എന്നൊക്കെ നമുക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് അനാലിസിസ് ചെയ്യുന്നത്. റിസ്ക് ഐഡൻറ്റിഫിക്കേഷനിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിസ്ക് ആണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ആദ്യത്തെ ടെക്നോളജി റിസ്ക്, പീപ്പിൾ റിസ്ക്, ടൂൾസ് റിസ്ക്, റിക്വയർമെൻറ്റ് റിസ്ക്, ഓർഗനൈസേഷണൽ റിസ്ക്. ഇതിൽ തന്നെ ആദ്യത്തെ ടൈപ്പ് റിസ്ക് ആണ് ടെക്നോളജി റിസ്ക്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എല്ലാ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിലും അത് സ്യൂട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറോ ഹാർഡ്വെയറോ കമ്പോണൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സമയം വേണ്ടി വരാം. അപ്പോൾ ഇതൊരു സോഫ്റ്റ്വെയർ ഡിലേക്ക് കാരണമാവുകയും ഇതൊരു റിസ്കിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇനി പീപ്പിൾ റിസ്ക് ആണ്. ഒരു പ്രൊജക്റ്റിൽ, ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൽ തന്നെ പല ടൈപ്പ് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരേ തരത്തിലുള്ള സ്കില്ലുള്ളവരായിരിക്കില്ല. അപ്പോൾ ഒരാളിൽ നിന്നുള്ള ലാക്ക് ഓഫ് സ്കില്ല് അല്ലെങ്കിൽ ഹ്യൂമൺ എറേഴ്സ്, അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ, ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ റിസ്ക് ആണ്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ടൂൾസ് റിസ്ക് ആണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസ് വേണം. അപ്പോൾ ഈ ടൂൾസുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഇതിൽ ഡിലേ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ടൂൾസ് റിസ്ക് എന്ന് പറയാം. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് റിസ്ക് ആണ്. ചില സമയത്ത് കസ്റ്റമേഴ്സ് അവരുടെ റിക്വയർമെൻറ്റ്സിൽ ഇടയ്ക്കിടെ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിക്വയർമെൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് റിസ്ക് ആണ് ഓർഗനൈസേഷണൽ റിസ്ക്. അതായത് ചില സമയങ്ങളിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്നായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ലീഡർഷിപ്പിന് എന്തെങ്കിലും ചേഞ്ചിങ് വരാം,
പിന്നെ ഷിഫ്റ്റിങ്ങിന് ചേഞ്ചിങ് വരാം, എന്തെങ്കിലും ഇന്റേണൽ കോൺഫ്ലിക്റ്റ് വരിക. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓർഗനൈസേഷൻ്റെ ഇടയിലുള്ള റിസ്കുകൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഓർഗനൈസേഷണൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിസ്ക് അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള റിസ്കിൻ്റെ പ്രോബബിലിറ്റി എത്രത്തോളാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു റിസ്ക് കാരണം വരുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to 10% ആണ് റിസ്ക് വരുന്നതെങ്കിൽ അതിനെ വെരി ലോ റിസ്ക് എന്ന് പറയാം. ഇത് നമ്മുടെ പ്രൊജക്റ്റിന് യാതൊരു കുഴപ്പം ഉണ്ടാക്കുന്നതല്ല. നെക്സ്റ്റ് നമ്മുടെ റിസ്കിൻ്റെ പെർസെൻറ്റേജ് 10 to 25 ആണെന്നുണ്ടെങ്കിൽ അതൊരു ലോ റിസ്ക് ആണ്. ഇതും നമ്മുടെ പ്രൊജക്റ്റിനെ ബാധിക്കുന്ന ഒരു റിസ്ക് അല്ല. നെക്സ്റ്റ് 25 to 50% ആണെങ്കിൽ ഇതിനെ മോഡറേറ്റ് റിസ്ക് എന്ന് പറയാം. ഇത് നമ്മുടെ പ്രൊജക്റ്റിന് ഡിലേ വരുത്താണ് ചെയ്യുന്നത്. നെക്സ്റ്റ് 50 to 75% ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൈ റിസ്ക് ആണ്. ഇത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ടൈം വളരെയധികം ഡിലേ ആക്കുകയും ഇത് നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേഷനിൽ ചേഞ്ച് വരാനും കാരണമാവുന്നു. 75% മുകളിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ വെരി ഹൈ റിസ്ക് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ക്രിയേഷൻ്റെ ടൈം ഒരുപാട് ഡിലേ ആക്കും. അതുപോലെ ഔട്ട്പുട്ട്, സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ്, ക്വാളിറ്റി ഇവയെല്ലാം എഫക്റ്റ് ചെയ്യും. കൂടാതെ നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേഷൻ ആകെ ചേഞ്ച് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഏറ്റവും ഹൈ റിസ്ക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാ റിസ്ക്കും ഒരുപോലെയല്ല. നമ്മൾ റിസ്കിൻ്റെ ഇമ്പാക്റ്റ് അനുസരിച്ച് അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് അത് സോൾവ് ചെയ്യുക. വെരി ഹൈ ആയിട്ടുള്ള റിസ്കുകൾ സോൾവ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് വരുന്നത് റിസ്ക് കൺട്രോൾ ആണ്. റിസ്ക് കൺട്രോളിൽ തന്നെ 3 കാറ്റഗറികളുണ്ട്. ഒന്നാമത്തെ അവോയ്ഡ് റിസ്ക്, ദെൻ ട്രാൻസ്ഫർ ദ റിസ്ക്, ദെൻ റിസ്ക് മോണിറ്ററിങ്. അവോയ്ഡ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം റിസ്കുകൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ ക്ലയൻസുമായിട്ട് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ധാരണയിൽ എത്തുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ദെൻ ട്രാൻസ്ഫർ റിസ്ക് ആണ്. സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചില റിക്വയർമെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിധിയിലധികമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ആ ഒരു റിക്വയർമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സമയം കളയാതെ അതൊരു തേർഡ് പാർട്ടീനെ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിസ്കുകൾ ട്രാൻസ്ഫർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ചാറ്റ് ബോട്ട് ചെയ്യാനായിട്ട് നമുക്ക് മെഷീൻ ലേണിങ്ങോ അല്ലെങ്കിൽ AI ടെക്നോളജീസിനെ കുറിച്ചിട്ട് മിതമായിട്ടുള്ള ധാരണയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്കിത് AIയോ മെഷീൻ ലേണിങ്ങോ ചെയ്യുന്ന മറ്റു കമ്പനികളെ ആശ്രയിക്കുകയായിരിക്കും നല്ലത്. ദെൻ റിസ്ക് മോണിറ്ററിംഗ് ആണ്. റിസ്ക് മോണിറ്ററിങ്ങിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെയിലി അതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഓഡിറ്റിംഗ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ ഇൻഷുറൻസ്, സേഫ്റ്റി പ്രോട്ടോക്കോൾ തുടങ്ങിയ കാര്യങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ്വെയർ റിസ്ക് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ പല ടൈപ്പ് റിസ്കുകളെ കുറിച്ച് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, അതിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടിട്ടുണ്ടാവും, അതുപോലെ ഇത്തരത്തിൽ വരുന്ന റിസ്കുകളെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ കമ്പനികളിൽ സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള റിസ്കുകളും അത് മാനേജ് ചെയ്യാനായിട്ടുള്ള പലതരം സ്റ്റെപ്പുകളുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.